സ്ട്രീറ്റ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ്. അത് ഞാൻ ഉറപ്പായിട്ട് എടുത്തു പറയും. ബിക്കോസ് സ്ട്രീറ്റ് ഡോഗ്സ് ഡേഞ്ചറസ്. നമുക്കിപ്പോ എത്ര നായനെ വളർത്തിയെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മളൊരു കുട്ടീനെ ഒരു നായ പുറത്തു വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ സ്വന്തം വീട്ടിലൊരു അനുഭവം ഉണ്ടായാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് കണ്ടവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയും വീഡിയോ കാണാൻ വേണ്ട ഒരു ക്യൂരിയോസിറ്റി മാത്രം ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹായ് മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, ഇറ്റ്സ് മീ ഡിഗ്രോസ്. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഓൾവേസ് ബി ഹാപ്പി, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഫ്രണ്ട്സ്, എന്റെ ഈ ഒരു ചാനൽ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് എന്റെ ഓരോരോ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തുമാകട്ടെ, എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങളുണ്ട്, എന്നാലേ എനിക്കും അതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ ശരിയുണ്ടോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി പറയുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഡോഗ്സ് ആണ്. അതായത് ഇന്നൊരു വീഡിയോ ആണ് ഇടയായി ഇൻസ്റ്റാഗ്രാമിൽ, ഒരു കുട്ടീനെ തെരുവുനായ വന്ന് കടിക്കുന്ന രംഗമാണ്. ആ ടൈമിങ്ങിൽ ബദർകുട്ട് വന്നിട്ട് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തുന്ന രംഗമാണ് കാണുന്നത്. സോ എല്ലായ്പ്പോഴും ഒരു ബദർകുട്ട് ഉണ്ടായിരിക്കത്തില്ല. അതായത് നമ്മുടെ നാട്ടില് തെരുവുനായനെ കൊണ്ട് ഒരു രക്ഷയില്ല. തെരുവുനായ അതായത് കേരളത്തിൽ അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെ കുറെ അധികം സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. സോ ഇതിനെതിരെ സംസാരിക്കാൻ ആരുമില്ല അതിനകത്ത്. അതായത് നമ്മുടെ കുട്ടികൾ പ്രതിദിനം ഇരയായിക്കൊണ്ടിരിക്കും അതിനകത്തത്. ഇതിൽ കുറെ ന്യൂസായിട്ട് വരുന്നുണ്ട്, കുറെ ന്യൂസായിട്ട് വരുന്നില്ല. അതാണ് നടക്കുന്ന സംഭവം. അതിപ്പോ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ വരെ ഇരയാകുന്നുണ്ട്. നമ്മളിപ്പോ പുറത്തോട്ട് പോയാൽ പോലും ഇഷ്ടമായ സ്ട്രീറ്റ് ഡോഗ്സ് നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കും. ആരെയായിട്ടാണ് നമ്മുടെ പുറകെ വരുന്നത്. സോ ഇതിനെതിരെ ആര് ആക്ഷൻ എടുക്കും, ആര് പരാതി കൊടുക്കും എന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. സോ എനിക്കൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പഞ്ചായത്ത് മുഖേനയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പേഴ്സും, അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റി ആണോ ഏതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അവിടെ തന്നെ വാർഡ് കൗൺസിലേഴ്സ് ഉണ്ടോ, അപ്പോൾ കൗൺസിലേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇരയാൻ വേണ്ടി കാണാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ബിക്കോസ് പ്രതിദിനം ഇഷ്ടംമാരെ ഇതുപോലെ കേസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ മിക്ക ഡോഗ് ലവേഴ്സ് കണ്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊരു ഡോഗ് ലവർ ആണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് സ്ട്രീറ്റ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ്. അത് ഞാൻ ഉറപ്പായിട്ട് എടുത്തു പറയും. ബിക്കോസ് സ്ട്രീറ്റ് ഡോഗ്സ് ഡേഞ്ചറസ്. നമുക്കിപ്പോ എത്ര നായനെ വളർത്തിയെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മളൊരു കുട്ടീനെ ഒരു നായ പുറത്തു വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ സ്വന്തം വീട്ടിലൊരു അനുഭവം ഉണ്ടായാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് കണ്ടവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയും വീഡിയോ കാണാൻ വേണ്ട ഒരു ക്യൂരിയോസിറ്റി മാത്രം ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വേദന മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. ഇതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അത് ഏത് മുഖേനയ്ക്ക് അറിയാം, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് താഴെ മെൻഷൻ ചെയ്യണം. അത് എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയെങ്കിലും ഇത് ഗവൺമെന്റിന്റെ ഇതിലോട്ട്, നമ്മുടെ നമ്മളിപ്പോ യൂഡിഎഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗവൺമെന്റിലോട്ട് എങ്ങനെയെങ്കിലും ഇത് എത്തിക്കുകയും ചെയ്യണം ഈ ഒരു വീഡിയോ. ഇതിനെതിരെ ഉടനടി തന്നെ ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സൈനിങ് ഓഫ്, ഡിഗ്രോസ്, ബൈ.